ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോനുള്ളിൽ പോവാം. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഞാൻ വെയിറ്റ് ലോസിൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് വെക്കാനുള്ള അരിയും വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് ഇല്ല കഴിക്കാൻ, കുട്ടിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു ഫുഡ് ഉണ്ടാക്കി അവന് കഴിക്കാൻ കൊടുത്തു കേട്ടോ. അതിനുശേഷമാണ് പണി ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എടുത്തത് തന്നെ ഒരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ചുടുവെള്ളം വെക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്താണ് കേട്ടോ. ആ ഒരു നോബ് കൈയോട് ഊരി വന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ഭാഗം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ലേറ്റ് ആവും. പെട്ടെന്ന് തന്നെ എല്ലാ പണിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് അത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോവും തൈരും വെച്ചിട്ടുള്ള ഒരു റെസിപ്പി കണ്ടിരുന്നു. അപ്പോൾ അത് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ആ ഒരു സംഭവമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വീഡിയോയിൽ സ്വീറ്റ് പൊട്ടറ്റോവും തൈരും മാത്രം ആഡ് ചെയ്തിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഞാനിവിടെ കുറച്ച് നട്ട്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം സ്വീറ്റ് പൊട്ടറ്റോ നന്നായി വേവിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഉടച്ച് വിടണം. അതിനുശേഷം തൈര് ആഡ് ചെയ്തിട്ട് ആവശ്യമുള്ളത്ര തൈര് ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മളത് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. ഞാൻ തൈര് ആക്ച്വലി ആഡ് ചെയ്തിരുന്നു. ആ ഒരു തൈര് നല്ല പുളിപ്പായിരുന്നു. ഞാനെന്തായാലും അതിൽ കുറച്ച് ഹണി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നട്ട്സും ആഡ് ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കഴിക്കും മുമ്പായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഈ ഫ്ലേവേർഡ് യോഗട്ട് ഇല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്ലേവേർഡ് യോഗട്ട് അങ്ങനെ കഴിക്കാത്ത ആളാണെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷേ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഇത് കഴിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ഐറ്റം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയമാകുമ്പോഴേക്കും ഈ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കുടിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിനായിട്ട് പടവലങ്ങയിൽ പരിപ്പും തേങ്ങയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന പോലെ ആ ഒരു കറിയാണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക്. അതേപോലെ തന്നെ ഇതിൽ തുവരയ്ക്കാണോ എന്ന് പറയാൻ, എനിക്ക് അവരയ്ക്ക തുവരയ്ക്ക എന്തോ ഒരു ഐറ്റം കേട്ടോ. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായി കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു ഐറ്റം ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പടവലങ്ങ ആദ്യം ഞാൻ പൊളിച്ച് നോക്കിയപ്പോൾ ഫുള്ളെല്ലാം പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ സീഡൊക്കെ എടുത്തിട്ടൊന്ന് കഴുകിയിട്ട് വെയിലത്ത് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് മുളപ്പിച്ച് നോക്കാം, ചെടി വരുന്നുണ്ടോ നോക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് വെയിലത്ത് വെച്ചു കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഇതൊക്കെ കട്ട് ചെയ്യാനായിട്ട് നിന്നത്. അപ്പോൾ ഫുള്ളെല്ലാം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അമ്മൻ്റെ അടുത്ത് ഞാൻ ഈ ഒരു പച്ചക്കറിയുടെ പേര് ചോദിച്ചപ്പോൾ അമ്മ എന്തോ പറഞ്ഞു കേട്ടോ. എന്തോ എനിക്ക് ഓർമ്മയില്ല, കൊത്തവര അങ്ങനെ എന്തോ പറഞ്ഞത്. പക്ഷെ അമ്മയ്ക്കും അതിന് അത്ര പിടുത്തമില്ല കേട്ടോ. അമ്മയും ഓർമ്മയില്ല എനിക്കെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തോ ഒരു പേര്. ഈ ഒരു വെജിറ്റബിൾ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൂടുതലും ഈ ഒരു വെജിറ്റബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് നിറയെ കഴിക്കുന്നുണ്ടാവും കേട്ടോ. പച്ചക്കറിയൊക്കെ എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം കറി വയ്ക്കാനുള്ള പരിപാടി തുടങ്ങി കേട്ടോ. അപ്പോൾ കറിക്കായിട്ട് സാമ്പാർ വയ്ക്കുന്ന പരിപ്പ് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു പടവലങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടിന് ശേഷം കുറച്ച് ജീരകം ഇട്ടിട്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് കുക്കറൊന്ന് അടച്ചിട്ട് ഒരു 2 വിസിലോളം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും സ്വീറ്റ് പൊട്ടറ്റോ തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തതിന് ശേഷം കുറച്ച് ഹണി മേലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് കുറച്ച് പുളിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തിരിയേ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ കൂടുതലൊന്നും ഒഴിച്ചില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നട്ട്സും ഇട്ടിരുന്നു. നട്ട്സിൽ ഇപ്പോൾ കാഷ്യൂസും അതേപോലെ തന്നെ പിസ്താഷ്യൂവും എന്നാണ് ഇട്ട് കൊടുത്തിരുന്നത്. ആ ഒരു സമയമാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കായൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. കുക്കർ തുറന്ന് നോക്കിയ സമയത്ത് അതിലേക്ക് കുറച്ച് തേങ്ങയും പച്ചമുളകും ജീരകവും കൂടി അരച്ചിട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാനായിട്ട് ഒന്ന് അടുപ്പിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ തന്നെ പച്ചമുളകും അതേപോലെ തന്നെ ചെറിയുള്ളിയും ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പേരി താളിക്കാനായിട്ടാണ് ഈ ഒരു ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പടവലങ്ങ പരിപ്പ് കറിയും താളിച്ച് വിടണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുകും ചെറിയുള്ളിയും അതേപോലെ കറിവേപ്പിലയും പിന്നെ വറ്റൽ മുളകും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ആ ഒരു പടവലങ്ങ പരിപ്പ് കറിയില്ല അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നടച്ച് വയ്ക്കുക. അതിനുശേഷം അതേ പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും അതേപോലെ ചെറിയുള്ളി കറിവേപ്പില പച്ചമുളക് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് എന്നിട്ട് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു കൊത്തവരങ്ങയില്ലേ അതൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായി വേവിച്ചെടുക്കുക. എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടു. പിന്നെ മിഡ് മോർണിംഗ് സ്നാക്കിനായിട്ട് ഞാൻ വാട്ടർമെലൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് ആ ഒരു വാട്ടർമെലൺ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി കുറച്ച് വലിയ പീസായിട്ട് വാങ്ങിയിട്ട് ആവശ്യത്തിന് മുറിച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്.
പിന്നെ ആ ഒരു ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ലഞ്ച് പ്ലേറ്റാണ്. ഇപ്പോൾ ഞാൻ ഡയറ്റിലിരിക്കുന്നതുകൊണ്ട് അതിനനുസരിച്ച് പോലെ കഴിക്കുന്നത്. അപ്പോൾ ഇത് മീൻ കറിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് ചോറും മീൻ കറിയും പിന്നെ കുറച്ച് കൂടുതൽ തന്നെ ഉപ്പേരി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് തൈരും കൂടി എടുത്ത് അങ്ങനെ ലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയ സമയത്ത് നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റും നല്ല മഴയൊക്കെ ആയിരുന്നു. ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.